നമ്മൾ പറഞ്ഞു വന്ന മേഖലകൾ നമ്മളുടെ കുടുംബത്തിലേക്കും നമ്മളുടെ ജീവിതത്തിലേക്കും ഒക്കെ കടന്നു വന്നിരിക്കുന്ന ബന്ധനാവസ്ഥകളുടെ ഉത്തരവാദികൾ പലപ്പോഴും നാം തന്നെയായിരിക്കാം, നാം സ്വീകരിച്ചിരിക്കുന്ന ചില പാരമ്പര്യങ്ങളായിരിക്കാം, ഒരുപക്ഷെ നമ്മളുടെ മാതാപിതാക്കളിലൂടെയോ പൂർവികരിലൂടെയോ കടന്നു വന്നിരിക്കുന്ന കുറവുകളുണ്ടാകാം. തിരുവചനത്തിൽ ഇതിന് വലിയ ശക്തമായ താക്കീതുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് ഒത്തിരിയേറെ പ്രായോഗികമായി നടന്ന സംഭവങ്ങളാണ്. എന്നാൽ ഈ അവസരത്തിൽ ഞാൻ സംസാരിക്കുന്ന തിരുവചനത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം 14 മുതൽ പുറപ്പാടിൻ്റെ പുസ്തകം 11-ാം അധ്യായം 10 വരെ, 7-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ, 11-ാം അധ്യായം വരെ നമ്മൾ കാണുന്ന ഒരു ശ്രദ്ധേയമായ കാര്യമുണ്ട്. ഈജിപ്തിനെതിരെ ദൈവം 10 മഹാമാരികൾ അയക്കുന്നത്. ദൈവത്തിൻ്റെ അരികിലേക്ക് തിരിച്ചു വരുവാനും ദൈവജനത്തെ സ്വതന്ത്രരാക്കാനും എൻ്റെ മക്കളെ കാനാനിലേക്ക് അയക്കാൻ, അടിമത്തത്തിൻ്റെ നുഖത്തിൽ നിന്നും എൻ്റെ മക്കളെ വിമോചിപ്പിക്കുവാൻ ദൈവം നിയോഗിക്കുന്ന 10 മാരികൾ. ഇതിന് വിസമ്മതിച്ച ഫറവോയെയും ഈജിപ്തിനെയും എതിരെ ദൈവം 10 മഹാമാരികൾ അയച്ച് അവരോട് ദൈവം കർക്കശ്യമായി ഇടപെടുകയാണ്. എന്തിനു വേണ്ടി? ലക്ഷ്യമൊന്നേ ഉള്ളൂ, എൻ്റെ മക്കളുടെ നന്മ. എൻ്റെ മക്കളുടെ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് നീയാണെങ്കിൽ തമ്പുരാൻ പറയും, തീർച്ചയായും നീ തിരിച്ചു വന്നേ പറ്റൂ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 7-ാം അധ്യായം മുതൽ നമ്മൾ വായിച്ചു പോകും. 7-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. ഒന്നാമത് ഫറവോയുടെ മുൻപ് ചെന്ന് മോശെ സംസാരിക്കുന്നുണ്ട്, അഹറോൻ സംസാരിക്കുന്നുണ്ട്. ഫറവോ സമ്മതിക്കുന്നില്ല, അടുക്കുന്നില്ല. മറ്റുള്ളവരെ അനാവശ്യമായി അടിമത്തത്തിൻ്റെ തുകത്തിനുള്ളിൽ കിടത്തി അവൻ മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദൈവമാണ് നിലവിളിക്ക് ഉത്തരം കൊടുക്കുന്നത്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കും, ബാബിലോൺ നദിയുടെ തീരത്തിരുന്നു കൊണ്ട് സഹിയോനെ ഓർത്തവർ കരഞ്ഞു, അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ അവരുടെ കിന്നരങ്ങൾ തൂക്കിയിട്ടു. അന്യസ്ഥലത്ത് എങ്ങനെ എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തി പാടാൻ കഴിയും? കാരണം അടിമത്തത്തിലാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ഒരു ജനത്തെ ദൈവം എന്നും സംരക്ഷിക്കുന്നു. എല്ലാ മാരികളിൽ നിന്നും ദൈവം അവനെ സംരക്ഷിക്കുമ്പോൾ ദൈവമഹത്വത്തിന് തടസ്സമായി നിൽക്കുന്നവരുടെ മേൽ ഇതേ മാരികൾ അയക്കുന്നത് നമ്മൾ കാണുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഒന്നാമതായിട്ട് അടയാളങ്ങളാണ് നമ്മൾ കാണുന്നത്, വ്യത്യസ്തങ്ങളായ അടയാളങ്ങൾ. വിസമ്മതിച്ച ഫറവോയുടെ അരികിലേക്ക് ദൈവം മാരികളെ അയച്ച് അസ്വസ്ഥത ജനിപ്പിച്ച് ഇവരെ പറഞ്ഞയക്കുവാൻ നിർബന്ധിക്കുകയാണ്. ദൈവ വഴിയിലേക്ക് തിരിയാനുള്ള നിർബന്ധത്തിൻ്റെ ചാലുകളായി ഈ മഹാമാരികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തൊക്കെയാണെന്നൊന്ന് ചിന്തിച്ചു പോകാം. അധികം ഡീറ്റെയിൽസ് ആയിട്ട് പോകുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി സാവകാശം വായിച്ചാൽ മതി. ഞാനൊന്ന് ഓടിച്ചു പോകുന്നേ ഉള്ളൂ. ഒന്നാമതായി ജലം രക്തമായി മാറുന്നു. എന്തൊരു അസ്വസ്ഥതയാന്ന് നോക്കുക. ജലം രക്തമായി മാറുന്നു. കുടിക്കുവാൻ വെള്ളമില്ല, അലക്കുവാൻ വെള്ളമില്ല. ദാഹജലത്തിന് അവിടെ വറുതിയാവുകയാണ്. ജലം രക്തമായി മാറുന്നു. ഒരു വലിയ അടയാളം കാണിച്ചു കൊടുത്തു അവൻ്റെ ആ സമൂഹത്തിലേക്ക്. 2, നാട്ടിൽ തവളകൾ വ്യാപിക്കുന്നു. 3, വടി സർപ്പമായി മാറുന്നു. നോക്ക്, മഹാമാരികൾ ഈജിപ്തിനെതിരെ അയക്കുകയാണ്. വീണ്ടും നോക്കുക, പേൻ പെരുകുന്നു. പേൻ സാധാരണ തലയല്ലേ അല്ലേ? പെരുകിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇറങ്ങി വരുന്നേ. ഇപ്പോഴത്തെ കാലത്ത് നമുക്കെല്ലാം ഷാമ്പൂ ഒക്കെ തേച്ചിട്ട് ഇവനെ അങ്ങ് ഒതുക്കുന്നു വെക്കും. പക്ഷേ ഈ പേന് ഇത് മനുഷ്യൻ്റെ തലയെ മാത്രമല്ല, ഇത് മൃഗങ്ങളിലേക്കും ഒക്കെ അങ്ങ് വ്യാപിപ്പിക്കുകയാണ്. നാട്ടിൽ ഈച്ചകൾ പെരുകിക്കഴിഞ്ഞാലേ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ചില സാഹചര്യത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈച്ച കാരണം നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാനൊക്കെ മടിയാണ്. അതൊക്കെ കുറച്ചേ ഉള്ളൂ. പെരുകിക്കഴിഞ്ഞാലോ അതേ അസ്വസ്ഥത ആ സമൂഹത്തിൽ ദൈവം സൃഷ്ടിച്ചതാ. കാരണം എന്നാ? ദൈവ വഴിയിലേക്ക് തിരിച്ചു വരാൻ. വീണ്ടും വചനം പറയുകയാണ്, മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു, വ്രണങ്ങൾ ബാധിക്കുന്നു. അടുത്തപടി, അതായത്
ഇതുവരെ പുറമേയൊക്കെ പറ്റിപ്പിടിച്ചിരുന്നു. അതായത് എൻ്റെ വാഴ പടന്നു പോയതേ ഉള്ളൂ, എനിക്ക് എൻ്റെ എനിക്ക് എന്തെങ്കിലും ഒരു ഫലങ്ങൾ കിട്ടിയില്ല എൻ്റെ കൃഷിയിടത്തിൽ നിന്നും. ഇതെല്ലാം പുറമേ ആയിരുന്നു. ജലമൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തോട്ട് പറ്റിയില്ല. പക്ഷെ ഇവിടെ നോക്കുക, വ്രണങ്ങൾ ബാധിക്കുന്നു, ശരീരത്തിലോട്ട് പറ്റി തുടങ്ങി, ശരീരത്തോട്ട് കയറുകയാണ്. നീ ദൈവ വഴിയിലേക്ക് വരണം. ശരീരത്തിൽ വ്രണങ്ങൾ ബാധിച്ച് ആ വേദനയിൽ ഈ വ്യക്തി, ആ സമൂഹം മുഴുവൻ നൊമ്പരപ്പെടുകയാണ്. അത് കഴിഞ്ഞ് നോക്കുക, കന്മഴ പെയ്യുന്നു, വീഴുന്നത് പുറത്തുകൂടെ നടക്കുന്ന മനുഷ്യൻ മുഴുവൻ തലയിലോട്ട് വീഴില്ല. കന്മഴ പെയ്യുന്നു, വീണ്ടും വെട്ടുക്കിളികൾ നിറയുന്നു, ഇവരുടെ മുഴുവനും അധ്വാന ഫലങ്ങൾ നശിക്കുകയാണ്. അതേ തുടർന്ന് മാനസാന്തരപ്പെടാത്ത ആ സമൂഹത്തിലേക്ക് അന്ധകാരം വ്യാപിക്കുന്നു. നോക്കുക, ഇത്രയും മഹാമാരികൾ, അന്ധകാരം വ്യാപിക്കുന്നു. ജീവിതത്തിൽ വെളിച്ചമില്ലാത്ത അവസ്ഥ, ജീവിതത്തിൽ പ്രകാശമില്ലാത്ത അവസ്ഥ, പരസ്പരം കാണാൻ കഴിയാത്ത അവസ്ഥ. അതാ അന്ധകാരം. എനിക്കെൻ്റെ സഹജനെ കാണാൻ കഴിയുന്നില്ല, എനിക്കെൻ്റെ ഭാര്യയെ കാണാൻ കഴിയുന്നില്ല, മക്കളെ കാണാൻ കഴിയുന്നില്ല, സഹോദരങ്ങളെ കാണാൻ കഴിയുന്നില്ല, ഭർത്താവിനെ കാണാൻ കഴിയുന്നില്ല. അന്ധകാരം വ്യാപിച്ചിരിക്കുന്നു. അവരെ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥ. ഇവയെല്ലാം ദൈവവഴിയിലേക്കുള്ള തിരിച്ചുവിളിയാണ് എന്ന ആ സത്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വീണ്ടും ഇതിന് ഈ 9 മാരികൾക്ക് ശേഷം ഇതാ ദൈവം അവസാനത്തെ മഹാമാരി. അതെന്താ പറഞ്ഞിരിക്കുന്നത്? അവസാനത്തെ മഹാമാരി എന്തായിരുന്നു? ഈജിപ്തിലെ കടിഞ്ഞൂൽ പുത്രന്മാരെയെല്ലാം സംഹരിക്കും. എല്ലാ വീടുകളിലെയും കടിഞ്ഞൂൽ പുത്രന്മാർ, ഫറവോയുടെ വരെ കടിഞ്ഞൂൽ പുത്രന്മാർ സംഹരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി നിൽക്കുന്നത് ഏവനാണെങ്കിലും, ഫറവോ എന്നൊരു രാജാവായിരുന്നു. നമ്മളൊന്നും ആ പദവിയിലേക്ക് എത്തിയിട്ടില്ല, രാജകീയ പദവിയിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. നമ്മളിങ്ങനെ ഒരു സാധാരണ മനുഷ്യരാണ്, അതിൽ ഇത്തിരി ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. സാമ്പത്തിക തലത്തിലോ നമ്മുടെ ബൗദ്ധിക തലത്തിലോ കഴിവുകളുടെ തലത്തിലോ ഒക്കെ ഉള്ള ഒരു ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉള്ളൂ നമുക്ക്. അതുപോലെ തന്നെ നമ്മുടെ കുറവുകളിലും ഏറ്റക്കുറച്ചിലുകളുണ്ട്. പക്ഷേ നമ്മളൊന്ന് വിചാരിക്കണം, അവസാനമായ ദൈവം ജീവനിൽ കൈവെക്കുന്നത്, പ്രൈസ് ദ ലോർഡ്, അവസാനത്തെ മഹാമാരി ആയിട്ടാണ് അവിടെ ജീവനിൽ കൈവച്ചത്. ദൈവം ഒരു മനുഷ്യൻ്റെ ജീവനിൽ കൈവെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ നമ്മളത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു കുറവുകളും ഉണ്ടോ എന്ന്, അങ്ങനെ ഒരു കുറവുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തണം മക്കളെ. നമ്മുടെ കുറവുകളെല്ലാം, പക്ഷേ നമുക്കറിയാം, നമുക്ക് ജീവൻ തന്ന ദൈവത്തിന് ഏത് സമയവും നമ്മുടെ ജീവൻ തിരിച്ചെടുക്കാൻ അവകാശമുണ്ട്, ഉത്തരവാദിയാണ്. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഒരു കുടുംബത്തിന് ദൈവം ഒത്തിരി പ്രാർത്ഥിച്ചതിന് ശേഷമാണ്, പലയിടത്ത് ധ്യാനങ്ങളൊക്കെ കൂടി ധ്യാനത്തിൻ്റെ ഫലമായി അവർക്ക് 14 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞുണ്ടായി. 14 വർഷത്തിന് ശേഷമാണ്, അവരുടെ വിവാഹശേഷം 14 വർഷത്തിന് ശേഷമാണ് ഒരു കുഞ്ഞുണ്ടായത്. ഈ കുഞ്ഞുണ്ടായി ഏതാണ്ടൊരു നടക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ സ്കൂളിലൊന്നും പോകാറായില്ല, ഒരു 4 വയസ്സ് 5 വയസ്സ് 4 വയസ്സായി കാണും. അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടി അവിടെയുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ ഒക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആവശ്യമില്ലാത്തൊരു മെസ്സേജ് പറഞ്ഞു കൊടുത്തു. ചിലർ പ്രാർത്ഥനയെയും